പാവപ്പെട്ട ജനങ്ങളെയാണ് കേന്ദ്രം വാഴും ഭരണക്കാരെ നിങ്ങൾക്കെതിരായി വരുന്നു പ്രതിഷേധത്തിൻ തീജ്വാല ഇൻക്ലാബ് സിന്ദാബാദ് ഡിവൈഎഫ്ഐ സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്യുന്ന ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം എൻ അമൽരാജിന് സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ മേഖലാ പ്രസിഡന്റ് സ്വാഗതം ചെയ്തു. ഇപ്പോൾ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വേദിയുടെ അധ്യക്ഷനായിട്ട് സഖാക്കളെ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന പോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ രാജ്യത്തിൻ്റെ പെട്രോളും ഡീസലും അതുപോലെ തന്നെ പാചകവാത സിലിണ്ടർ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങൾക്കും ദിനം പ്രതി ഒരു ലക്കും ലഗാനുമില്ലാതെ വില വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ആണ് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും കണ്ടതാണ്. രണ്ടാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തൊട്ട് സ്വകാര്യ കുത്തക കമ്പനികൾക്ക് വില നിയന്ത്രിക്കാനുള്ള അധികാരം തീരെഴുതി കൊടുത്ത ഗവൺമെൻറ്റുകളുടെ തുടർച്ചയായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വന്നപ്പോഴും അതിനെ കുറച്ചുകൂടി ഊർജ്ജസ്വലമാക്കിക്കൊണ്ടാണ് ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടമായപ്പോൾ സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് കൃത്യമായി വില പിടിച്ചു നിർത്തുകയും അത് കഴിഞ്ഞ പാടെ മുഴുവൻ ആ ഒരു പ്രതികാര മനോഭാവത്തോടുകൂടി ഒറ്റയടിക്ക് ദിനം പ്രതി തോന്നും പോലെ വില കൂട്ടുന്ന സാഹചര്യമാണ് ഈ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് വില വർദ്ധിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ രാജ്യത്ത് ഒരു പ്രതിസന്ധി വരുമ്പോൾ വേണ്ടത്ര അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ധാതുകങ്ങൾ സൂക്ഷിക്കാതെ ഗവൺമെൻറ്റിൻ്റെ പരാജയം കൂടിയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെതിരെയുള്ള ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ പ്രകടനമാണ് ഇവിടെ നടക്കുന്നത്. ഈ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗവും ചേലക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ അമരക്കാരനുമായ സഖാവ് അമൽരാജാണ്. അമലേട്ടനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, തൊഴിലാളി സുഹൃത്തുക്കളെ, സഖാക്കളെ, ഇന്ന് നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ദിനം പ്രതിയാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഈ രാജ്യത്തിനകത്ത് വില നിയന്ത്രിച്ച് നിർത്തേണ്ട ഒരു ഗവൺമെൻറ് സംവിധാനം പാടെ പരാജയപ്പെട്ട് ഈ നാടിനകത്ത് വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വിടുപണി ചെയ്തു കൊടുക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് $60 ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പോലും ഈ ഇന്ത്യ രാജ്യത്തിനകത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ആനുപാതികമായി കുറയ്ക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. മറിച്ച് യുദ്ധത്തിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിനകത്ത് വൻകിട കോർപ്പറേറ്റുകൾക്ക് വിടുപണി ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി ഒരു നിയന്ത്രണവുമില്ലാതെയാണ് ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ പാചകവാതക സിലിണ്ടറിൻ്റെ വില ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല, വാണിജ്യ സിലിണ്ടറിൻ്റെ വില ഇരട്ടിയിലധികമാക്കിയിരിക്കുകയാണ്. ഇപ്പം രാജ്യത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, റഷ്യൻ ക്രൂഡ് ഓയിൽ വളരെ വിലക്കുറവിൽ തന്നെ ലഭ്യമാകുമെന്ന സാഹചര്യം നിലനിൽക്കെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് ഒരു പരമാധികാര രാഷ്ട്രമായ ഇന്ത്യ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന സമീപനം കേന്ദ്രം വാഴുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുകയാണ്.
വിലക്കുറവിൽ ക്രൂഡ് ഓയിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും അമേരിക്കയുടെ ക്രൂഡ് ഓയിൽ വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങി ഈ രാജ്യത്തെ പ്രതിസന്ധിയിലാക്കുന്ന സമീപനം സ്വീകരിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ ഗവൺമെന്റ്. നോക്കൂ, ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഭരണകൂടം രാജ്യത്തിന്റെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, രാജ്യത്തിന്റെ ജനങ്ങളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കുന്നതിന് വേണ്ടി അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകളെ മാത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് DYFI ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതക സിലിണ്ടറിന്റെയും എല്ലാം ദിവസം തോറുമുള്ള വില വർധന ഈ രാജ്യത്തെ സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണ്. അതിനെതിരെ വളരെ പ്രതീകാത്മകമായിട്ടാണ് DYFI സംസ്ഥാനത്തൊട്ടാകെ എല്ലാ മേഖലാ കേന്ദ്രങ്ങളിലും